എക്സാമിന്റെ ടൈം ടേബിൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് ആ ഒരു ടൈം ടേബിൾ ഒന്ന് നോക്കി നോക്കാം. ഏതൊക്കെ ദിവസമാണ് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുക, ആദ്യം പഠിക്കേണ്ട സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, ഓരോ ദിവസം ഏതൊക്കെയാണ് എക്സാംസ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാലോ? റെഡി? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ, ഇതാണ് നമ്മുടെ ടൈം ടേബിൾ വരുന്നത്. ഓക്കെ, എല്ലാം അടുപ്പിച്ച് കട്ടൊക്കെയാണ് വരുന്നത്. അപ്പൊ നല്ലൊരു കിടിലൻ ടൈം ടേബിൾ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ എക്സാംസും വരുന്നത് രാവിലെയാണ്. ഓക്കെ, ചില ദിവസങ്ങളിൽ മാത്രമാണ് രാവിലെയും ഉച്ചയ്ക്ക് ശേഷം വരുന്നത്. അപ്പൊ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് എക്സാംസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 18-ാം തീയതിയാണ്, അവസാനിക്കുന്നത് 26-ാം തീയതിയാണ് അവസാനിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് സന്തോഷമായിട്ടിരിക്കും. പക്ഷെ അതുവരെയുള്ള സമയം നന്നായിട്ട് അല്ലെ കഷ്ടപ്പെടാൻ, നല്ല ഹാർഡ് വർക്ക് ചെയ്യാൻ തന്നെ റെഡി ആയിരിക്കണം. അപ്പൊ 18-ാം തീയതി മൺഡേ തുടക്കം തന്നെ ഏതാണ്? ഐശ്വര്യമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ ഇംഗ്ലീഷ് ആയിരിക്കും എൻ്റെ കുട്ടികൾക്കുള്ള എക്സാം. രാവിലെ 10 മണി മുതൽ 12:45 വരെയാണ് എക്സാം വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നേരെ 19 അല്ലെ 18, 19, 20, 21, 22 അടുപ്പിച്ച് ഒന്നും ഇടയിൽ ഗ്യാപ്പില്ല. ഓക്കെ, അപ്പൊ 19-ാം തീയതി നിങ്ങൾക്ക് രാവിലെ 10 മണി മുതൽ 12:45 വരെ മാത്സ്. ഓക്കെ, അപ്പൊ ഇവിടെ മക്കളെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെയാണ് മാത്സ് വരുന്നത്. അപ്പൊ ആ സമയത്ത് പുതുതായിട്ടൊന്നും നമുക്ക് പഠിക്കാനായിട്ട് ഗ്യാപ്പ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തലേ ദിവസം ഇരുന്ന് പുതിയ ചാപ്റ്റർ ഒന്നും ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. ഈ മാത്സ് നന്നായിട്ട് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിയോ. തലേ ദിവസം ജസ്റ്റ് ഒരു റിവിഷൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ നേരെ 20-ാം തീയതി ആണ് വരുന്നത്. 20-ാം തീയതി വെനസ്ഡേ രാവിലെ 10 മണി മുതൽ 11:45 വരെ ലാംഗ്വേജ് 1 ആണ് വരുന്നത്. പിന്നെ അതിനുശേഷം 21-ാം തീയതി രാവിലെയും ഉണ്ട് എക്സാം, അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഉണ്ട്. അപ്പൊ രാവിലെ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിന്റെ എക്സാം ആണ് വരുന്നത്, ഉച്ചയ്ക്ക് ശേഷം നോക്കുകയാണെങ്കിൽ ഹിന്ദി. ഓക്കെ, അപ്പൊ ഇവിടെയും ഒന്ന് ശ്രദ്ധിച്ചോ. കഴിഞ്ഞ വട്ടമൊക്കെ ഒരുപാട് പേർക്ക് ഹിന്ദിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ഹിന്ദിയും ഇപ്പൊ തന്നെ ഈ ഹിന്ദി എന്നുള്ള സബ്ജക്റ്റും നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ട്, ചിലർക്ക് ഭയങ്കര ഈസി ആയിരിക്കും, പക്ഷെ ചിലർക്ക് ഭയങ്കര ടഫ് ആയിരിക്കും. അപ്പൊ ഹിന്ദി നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതും ഇപ്പൊ തന്നെ നോക്കിയോ, കാരണം അതിന് സമയം ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പഠിച്ചോ. പക്ഷെ സോഷ്യൽ സയൻസ് നിങ്ങൾ നന്നായിട്ട് നോക്കി വെച്ചോ മക്കളെ. കാരണം ഇവിടുത്തെ എക്സാം കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ രാവിലെ തന്നെ നമുക്ക് സോഷ്യലാണ് എക്സാം വരുന്നത്. അപ്പൊ സോഷ്യലും പഠിച്ച് തീരില്ല. ഓക്കെ, തലേ ദിവസം ഇരുന്നിട്ട് പഠിച്ച് തീർക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, വേഗം തന്നെ മുന്നേ തന്നെ പഠിച്ച് തീർക്കാനായിട്ട് നോക്കണം കേട്ടോ. ഓക്കെ, പിന്നെ അതിനുശേഷം 22-ാം തീയതി രാവിലെ നിങ്ങൾക്ക് ഏതാണ് ലാംഗ്വേജ് 2 ആണ് എക്സാം വരുന്നത്. ഓക്കെ, പിന്നെ അതിനുശേഷം നോക്കുകയാണെങ്കിൽ 22 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാറ്റർഡേയും സൺഡേയും ലീവ് ഉണ്ട്. അത് കഴിഞ്ഞ് മൺഡേ ആണ് വരിക 25-ാം തീയതി. 25-ാം തീയതി രാവിലെ നിങ്ങൾക്ക് ഫിസിക്സിന്റെ എക്സാം ആണ്. അപ്പൊ ഫിസിക്സ് കുഴപ്പമില്ല, സാറ്റർഡേയും സൺഡേയും നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, അപ്പൊ കുറച്ചൊരു ആശ്വാസം ഉണ്ട്. പിന്നെ അതിനുശേഷം 26-ാം തീയതി രാവിലെ ഉണ്ട്, അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം ഉണ്ട്. അപ്പൊ രാവിലെ നമുക്ക് കെമിസ്ട്രി ആണ്, ഉച്ചയ്ക്ക് ശേഷം ബയോളജി ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ബയോളജി പഠിക്കാൻ തീരെ നേരം ഉണ്ടാവില്ല. ഈ സാറ്റർഡേ സൺഡേ നമ്മൾ ഒരു കണക്കിന് നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ഇരുന്ന് പഠിച്ചു എന്ന് വിചാരിക്കാം, പക്ഷെ അപ്പോഴും ബയോളജി പഠിച്ചു തീർക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഈ ബയോളജിയും എന്ത് ചെയ്യുക, നന്നായിട്ട് മുന്നേ തന്നെ പഠിച്ചു വെക്കുക. നമുക്ക് ഒരുപാടുണ്ട് പഠിക്കാനായിട്ട് അല്ലെ, ഒരു ചാപ്റ്ററിൽ തന്നെ കുറേ കോണ്ടന്റ് പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സോഷ്യല്, മാത്സ്, ബയോളജി ഈ 3 സബ്ജക്റ്റുകൾ ഒന്ന് നന്നായിട്ട് നോക്കി വെച്ചോ. ഈ 3 പേരും പ്രശ്നക്കാരാണ്. കാരണം നമുക്ക് ഇത്തവണത്തെ ഓണം എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് കുറയാൻ ചാൻസ് ഉള്ളത് ഈ 3 ഇടത്തിലാണ്. കാരണം നമുക്ക് പഠിക്കാനായിട്ട് ഇടയിൽ ഗ്യാപ്പില്ല. ഓക്കെ, അപ്പൊ ഈ 3 പേര് എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു തുടങ്ങുക. ലാസ്റ്റ് എക്സാമിന്റെ തലേദിവസത്തേക്ക് ജസ്റ്റ് ഒരു റിവിഷൻ മാത്രമാക്കി നിങ്ങൾ മാറ്റി വെക്കാം. ഓക്കെ, റെഡി ആണല്ലോ? അങ്ങനെ വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ കേട്ടോ. അപ്പൊ ഇനി നിങ്ങളുടെ പ്ലാനിങ് ഒക്കെ സെറ്റ് ആക്കണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ, ഇപ്പൊ കുറെ പേർക്കൊന്നും നോട്ടുകളൊന്നും കയ്യിലുണ്ടാവില്ല അല്ലെ. അപ്പൊ നിങ്ങൾക്ക് നോട്ട് വേണമെന്നുണ്ടെങ്കിലോ, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിലോ, വർക്ക്ഷീറ്റ് വേണമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ക്ലാസ്സുകളൊക്കെ കറക്റ്റായിട്ട് എല്ലാം ഒരുമിച്ച് കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ബാച്ചിൽ ഇപ്പോൾ 1000 രൂപ കുറച്ചിട്ടുണ്ട്. അത് ഓഫർ ഫീസ് ആണ് 2,999 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1000 രൂപ കുറച്ചിട്ടുള്ള ഈ ഒരു ഓഫർ ഫീസിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ജോയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിൽ 7592090221 എന്നുള്ള നമ്പറിലോ 22 എന്നുള്ള നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് എക്സാമിന് ഏറ്റവും അധികം യൂസ്ഫുൾ ആവുന്നതാണ് മക്കളെ ഷോർട്ട് നോട്ടുകൾ. ഈ ഷോർട്ട് നോട്ട്, പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ പരീക്ഷ എന്തായാലും നമുക്ക് പരീക്ഷയുടെ തലേദിവസം നോക്കാനായിട്ട് സമയമില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻസ് ആണ് മൈൻഡ് മാപ്പ്. ഓക്കെ, ആ മൈൻഡ് മാപ്പ് മാത്രം ജസ്റ്റ് ഒരു മാപ്പാ, അത് മാത്രം നോക്കിയാൽ മതി. ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതൊക്കെ വേഗം പരീക്ഷയ്ക്ക് പോകുന്ന ആ നേരത്ത് വേണമെന്നുണ്ടെങ്കിൽ എക്സാമിന് നമ്മൾ പുറത്തൊക്കെ ഒന്ന് പഠിക്കില്ലേ, ആ സമയത്തൊക്കെ നോക്കാൻ പറ്റിയ ബെസ്റ്റ്
ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ SSLC ബുക്ക് സെറ്റ് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 1600 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് കിട്ടും. അല്ലാതെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2200 കൊടുത്തിട്ട് വേണം വാങ്ങേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വേണമെന്ന് ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക. പിന്നെ പേടിക്കേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും നമ്മൾ യൂട്യൂബ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ മിസ് പറഞ്ഞത്, ആ ക്ലാസ്സുകൾ കറക്റ്റായിട്ടിരുന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അടിപൊളിയായിട്ട് ഓണം എക്സാമിന് ഫുൾ മാർക്ക് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ആ യൂട്യൂബ് ക്ലാസ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ട് പഠിക്കാം മക്കളെ. ഓക്കെ, അപ്പം നമ്മളത് നിങ്ങൾക്ക് വേണ്ടി അത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ ടീച്ചേഴ്സും വരുന്നത്. നന്നായിട്ട് പഠിക്കുക, നിങ്ങളെ കൊണ്ട് പറ്റും. ഓൾ ദ വെരി ബെസ്റ്റ്.